കൃത്യം 4 മണിക്ക് തന്നെ മറീന ബീച്ച് ലക്ഷ്യമാക്കിയുള്ള എൻ്റെ യാത്ര ആരംഭിച്ചു. ലോക്കൽ ട്രെയിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു ഇത്രയും നേരം. പെരമ്പൂർ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ജോലി സംബന്ധമായ ഒരാവശ്യത്തിനെത്തിയതാണിവിടെ. ഒരു ലോക്കൽ ട്രെയിൻ വരുന്നുണ്ട്. 4 മണിയായതിനാൽ ധാരാളം യാത്രക്കാർ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. എന്താണെന്നറിഞ്ഞില്ല, തിരക്ക് പൊതുവെ കുറവായിരുന്നു. സാധാരണ ഈ സമയങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ധാരാളം ഉണ്ടാകാറുള്ളതാണ്. എന്തായാലും ഇരിക്കാൻ സീറ്റ് കിട്ടി. യാത്രക്കാരെല്ലാം നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. എല്ലാവരും മൊബൈൽ നോക്കുകയാണ്. സമയം കളയാനുള്ള ഓരോ ഉപാധികൾ അത്ര തന്നെ. പെട്ടെന്നാണ് ഒരു പയ്യൻ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അത്രത്തോളം പേടിപ്പെടുത്തുന്നൊരു കാഴ്ചയായിരുന്നു അത്. മുൻപ് ഇതുപോലെ ഒരാൾ ചാടിയിറങ്ങി അയാൾ ട്രെയിനിലടിയിൽ അകപ്പെടുന്നത് നേരിൽ കാണാനിടയായത് അപ്പോൾ ഓർമ്മ വന്നു. ഇത്രത്തായാലും നമ്മുടെ ജീവനാണല്ലോ വലുത്. ഒരു നിമിഷത്തെ സമയലാഭത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ലോക്കൽ ട്രെയിനുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണിത്. ഇതിനടുത്ത് തന്നെയാണ് ചെന്നൈ സെൻട്രൽ മെട്രോ സ്റ്റേഷൻ. അടുത്തെന്ന് പറഞ്ഞാൽ പോരാ, ഒരേ പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിലും പറയാം. കാര്യം 1-2 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഒരേ കെട്ടിടത്തിലാണെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ചെന്നൈ മെട്രോയും ഇതിനടുത്ത് തന്നെയാണ്. ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനും മെട്രോയും ലോക്കൽ സ്റ്റേഷനുകളുമെല്ലാം അടുത്തടുത്തുള്ളത് വളരെയധികം ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടങ്ങളിലേക്ക് പോകാനുള്ള വഴികളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മിക്കതും അണ്ടർപാസുകളാണ്. ഏത് വഴി പോയാലും എല്ലായിടത്തേക്കും എത്തിപ്പെടാനും പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇത്രത്തോളം വികസിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല. അതുമാത്രമല്ല, ഇത്രയും നീറ്റ്നെസ് ഉള്ളതായിട്ടും തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. മെട്രോയിലേക്ക് പോകുന്നതും ബസ്സുകൾ കാത്തു നിൽക്കുന്നതുമായ ഒരു സ്ഥലമാണിത്. വളരെ നന്നായിട്ടും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ചിന്തിച്ചാലും ഇന്ത്യയിലാണോ എന്ന് നമുക്ക് സംശയം വരുന്ന രീതിയിലാണ് ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല ഭംഗിയായി ഇത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നത് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്കുള്ള അണ്ടർപാസിലൂടെയാണ്. ചുമ്മാതെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയാണ് അവിടേക്ക് പോകുന്നത്. മെട്രോയിൽ കയറാൻ ഉദ്ദേശമില്ല. പോകുന്ന വഴി ധാരാളം ആളുകൾ നടന്നു പോകുന്നതായി കാണാം. അണ്ടർപാസിലൂടെ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ ചെറിയ കോഫി കുടിക്കാനും ചെറിയ സ്നാക്ക് ഐറ്റംസ് കഴിക്കാനുമുള്ള 2 കടകൾ കണ്ടു. വളരെ നല്ലൊരു കാര്യമാണിത്. വീണ്ടും റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. ആദ്യം ഞാൻ കരുതിയിരുന്നത് ലോക്കൽ ട്രെയിനുകൾ എനിക്ക് ബീച്ചിലേക്ക് പോകേണ്ട ലോക്കൽ ട്രെയിനുകളും ഞാൻ ആദ്യം വന്ന ലോക്കൽ സ്റ്റേഷനിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എൻ്റെ ധാരണ തെറ്റായിരുന്നെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലായത്. വീണ്ടും അവിടുത്തെ എൻക്വയറിയിൽ ചോദിച്ച് അവിടെ നിന്നാണ് മനസ്സിലാക്കിയത് അതിന് ഓപ്പോസിറ്റായിട്ട് പാർക്ക് ടൗൺ എന്നുള്ളൊരു സ്റ്റേഷനുണ്ട്. അവിടെ നിന്നാണ് ബീച്ചിലേക്കുള്ള ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോഴാണ് അതിലെ ആശ്ചര്യം മനസ്സിലായത്. വെറും 5 രൂപ മാത്രമാണ് ടിക്കറ്റ്. നമ്മുടെ റെയിൽവേ എത്രത്തോളം തുച്ഛമായ രീതിയിൽ രൂപയ്ക്കാണ് സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴാണ് മനസ്സിലായത്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ ഈവനിങ് ആയതിനാൽ സൂര്യനെ നല്ല രീതിയിൽ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ പുഴയോരങ്ങളും കെട്ടിടങ്ങളും ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്നുള്ളത് എടുത്തു കാണിക്കുന്ന രീതിയിലായിരുന്നു പോകുന്ന വഴിയിലെ കാഴ്ചകൾ. നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ വളരെയധികം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പോകുന്നിടത്ത് തന്നെ ആണ് ചെപ്പോക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചെപ്പോക്ക് സ്റ്റേഡിയമാണ്. അതിൻ്റെ അടുത്തുകൂടെയാണ് നമ്മൾ മറീന ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്ന ചെപ്പോക്ക് സ്റ്റേഡിയം അടുത്തടുത്ത് വരുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെപ്പോക്ക് സ്റ്റേഡിയം ട്രെയിനിൽ നിന്ന് കാണുന്നത്. ചെപ്പോക്ക് എന്നൊരു സ്റ്റേഷൻ കൂടി ലോക്കൽ സ്റ്റേഷനായിട്ടുണ്ട്. അങ്ങനെ വഴിയോര കാഴ്ചകൾ ആസ്വദിച്ച് ഞാൻ വീണ്ടും ചെപ്പോക്ക് എന്ന സ്റ്റേഷനിലും അവിടെ നിന്ന് വീണ്ടും
അടുത്ത സ്റ്റേഷനിലേക്കുമുള്ള യാത്ര പുറപ്പെട്ടു. അടുത്ത സ്റ്റേഷനിലാണ് എനിക്ക് ഇറങ്ങേണ്ടത്. അടുത്ത സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് മറീന ബീച്ച് സ്ഥിതി ചെയ്യുന്നതും. ചെന്നൈയിലെ ചെപ്പോക്കിലുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് എം.എ. ചിദംബരം സ്റ്റേഡിയം. സാധാരണയായി ചെപ്പോക്ക് സ്റ്റേഡിയം എന്നറിയപ്പെടുന്നു. മുൻ BCCI പ്രസിഡന്റ് എം.എ. ചിദംബരത്തിൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇത് തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷനാണ് നടത്തുന്നത്. 1916 സ്ഥാപിതമായ ഇത് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. പ്രധാന അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തുന്നതിന് പുറമെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെയും മത്സരങ്ങൾ ഇവിടെ നടക്കുന്നു. തമിഴ്നാട് ക്രിക്കറ്റ് ടീമിൻ്റെയും തമിഴ്നാട് വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെയും ആഭ്യന്തര മത്സരങ്ങൾക്കുള്ള ഹോം ഗ്രൗണ്ടായി ഇത് പ്രവർത്തിക്കുന്നു. വഴിയോര കാഴ്ചകൾ വളരെയധികം ഭംഗി ഉളവാക്കുന്നവയാണ്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ബാക്കിപത്രം എന്ന രീതിയിലുള്ള പല കെട്ടിടങ്ങളും നമുക്കിവിടങ്ങളിൽ കാണാൻ സാധിക്കും. അതെ, നമുക്കിറങ്ങേണ്ട സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ലിക്കേനി. ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇതാണ് മറീന ബീച്ചിന് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ. നടക്കാനുള്ള ദൂരം മാത്രമാണ് ഇവിടെയുള്ളത്. കഷ്ടിച്ചാൽ ഒരു 5 മിനിറ്റ് അത്രമാത്രമാണ് മറീന ബീച്ചിലേക്ക് ഇവിടെ നിന്ന് എത്തിപ്പെടാനുള്ള ദൂരം. പക്ഷേ ബീച്ചിൻ്റെ എൻട്രൻസ് ഭാഗത്ത് എത്തിപ്പെടുമെങ്കിലും ഏകദേശം 1/2 കിലോമീറ്ററോളം വീണ്ടും നടന്നാൽ മാത്രമേ കടലിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ നടന്ന് മറീന ബീച്ചിനടുത്തുള്ള റോഡ് സൈഡിലെത്തി. സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മറീന ബീച്ചായി. വീണ്ടും 1/2 കിലോമീറ്ററോളം നടക്കണം കടലിൻ്റെ അടുത്തെത്താൻ. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഒരു പ്രകൃതിദത്ത നഗര ബീച്ചാണ് മറീന ബീച്ച്. വടക്ക് ഫോർട്ട് സെൻറ്റ് ജോർജിനടുത്ത് നിന്ന് തെക്ക് ഫോർഷോർ എസ്റ്റേറ്റ് വരെ 6 കിലോമീറ്റർ, ഏകദേശം 3.7 മൈൽ ദൂരമുള്ള ഈ ബീച്ച് കോക്സ് ബസാർ ബീച്ചിന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നഗര ബീച്ചായി അറിയപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിന് മുമ്പ് സമുദ്രനിരപ്പ് ഉയരുന്നതിനാൽ തീരത്തിനടുത്തുള്ള കരയിൽ വെള്ളം കയറുന്ന സംഭവങ്ങൾ പതിവായി നടന്നിരുന്നു. കടൽ പിൻവാങ്ങിയപ്പോൾ നിരവധി വരമ്പുകളും തടാകങ്ങളും അവശേഷിച്ചു. സെൻറ്റ് ജോർജ് ഫോർട്ടിൻ്റെ തെക്ക് ഭാഗത്ത് കും നദിയുടെ മുഖത്ത് നിന്ന് ഇന്നത്തെ പ്രസിഡൻസി കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെ അത്തരമൊരു മണൽത്തിട്ട ഉണ്ടായിരുന്നു. കുന്നിൻ്റെ പിൻഭാഗത്ത് ഒരു വലിയ താഴ്ചയുണ്ടായിരുന്നു. അതിൽ പിന്നീട് കോളേജ് ഗ്രൗണ്ട് വികസിപ്പിച്ചെടുത്തു. ഇന്നത്തെ കടൽ തീരത്തിൻ്റെ സ്ഥലമാണ് ഈ വരമ്പ്. 1640-ൽ സെൻറ്റ് ജോർജ് ഫോർട്ട് നിർമ്മിച്ചപ്പോൾ കടൽ കോട്ടയ്ക്ക് വളരെ അടുത്തായിരുന്നു. കോട്ടയ്ക്ക് സമീപമുള്ള തുറമുഖം നിർമ്മിച്ചതിൻ്റെ ഫലമായി കോട്ടയുടെയും തുറമുഖത്തിൻ്റെയും തെക്കുഭാഗത്തേക്ക് മണൽ അടിഞ്ഞുകൂടുകയും കോട്ടയുടെ കൊത്തളങ്ങൾ കഴുകുന്ന കടൽ കോട്ടയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അകലെയായി നീങ്ങുകയും കരയ്ക്കും കടലിനും ഇടയിൽ വിശാലമായൊരു കടൽത്തീരം സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചുനേരം ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിച്ച് അങ്ങനെ നടന്നു. കൊള്ളാം, നല്ല സമാധാനമുണ്ട് മനസ്സിന്. മത്സ്യത്തൊഴിലാളികൾ ധാരാളമുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ധാരാളം ബോട്ടുകൾ കാണാം ഇവിടെ. മത്സ്യബന്ധനം കഴിഞ്ഞ് കരയ്ക്ക് അടുപ്പിച്ച് വെച്ചിരിക്കുന്ന ബോട്ടുകളാണിവ. ധാരാളം ബോട്ടുകൾ ഇവിടെ ഉള്ളതായി തോന്നി. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണെങ്കിലും ഇത് ബീച്ചിൻ്റെ ഭംഗി കുറയ്ക്കുന്നുണ്ടോ എന്നെനിക്കൊരു തോന്നലുണ്ടായി. പക്ഷേ എനിക്കാണ് തെറ്റിയത്. യഥാർത്ഥത്തിൽ ബീച്ച് എന്ന് പറയുന്ന സ്ഥലം അവിടെ അല്ലായിരുന്നു. കുറച്ചും കൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ മാത്രമാണ് ബീച്ച്, സാധാരണ ആളുകൾ വന്ന് ഇറങ്ങുന്ന ബീച്ച് കാണപ്പെടുന്നത്. അവിടങ്ങളിൽ ധാരാളം കടകളും ധാരാളം ഭക്ഷണ വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകളും കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളും ധാരാളം കാണാമായിരുന്നു. ആദ്യം ഞാൻ കരുതിയത് വളരെ ആളുകൾ കുറവാണല്ലോ എന്നാണ്. പിന്നീടാണ് യഥാർത്ഥ ബീച്ചിൻ്റെ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടപ്പോഴാണ് ആളുകൾ ഉള്ളതായി കണ്ടു തുടങ്ങിയത്. ആളുകളെല്ലാം നന്നായി എൻജോയ് ചെയ്യുന്നതായി തോന്നി. ഇത് എത്രത്തോളം അപകടമുള്ള ബീച്ചാണെന്ന് അറിയില്ല. പക്ഷേ ധാരാളം പേർ ഉൾക്കടലിലേക്ക് ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. കാഴ്ചകൾ ആസ്വദിച്ച് നീങ്ങുന്ന വഴിക്ക് ഒരു കൊച്ചു കുഞ്ഞ് മണ്ണിൽ കളിക്കുന്നത് കണ്ടു. പഴയ പല ഓർമ്മകളും അപ്പോൾ തിരിച്ചു വരുന്നതായി തോന്നി. കൊള്ളാമല്ലേ? ബീച്ച് എത്രത്തോളം പേർക്ക് വരുമാന മാർഗമാണ് എന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഫോട്ടോ എടുക്കാനും ഹോഴ്സ് റൈഡ് ചെയ്യാനും വിവിധ ഷോപ്പുകളായും ഒരുപാട് പേർക്ക് അവിടെ ഒരു തൊഴിലിടമായി മാറുന്നുണ്ട്. പക്ഷേ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത്രത്തോളം ആളുകൾ വരുന്നതിനാലാവാം മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഉണ്ടാവും. വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ഇടമാണ് മറീന ബീച്ച്. വളരെ ശാന്തമായ ബീച്ചാണെന്ന് തോന്നുന്നു. ഇന്ന് അങ്ങനെയാണ് തോന്നിയത്. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. കാരണം ഞാൻ നേരത്തെ പോയപ്പോഴും ഇങ്ങനെ തന്നെയാണ് കണ്ടിരുന്നതെങ്കിലും
അവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എത്രത്തോളം ശാന്തമായ ബീച്ചാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സേഫ്റ്റി എപ്പോഴും നോക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ശംഖുകളും മറ്റും വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലുള്ള ധാരാളം കടകൾ അവിടെ കാണാമായിരുന്നു. എന്നെ വിശപ്പ് മാടി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞാനൊരു ചോളം പുഴുങ്ങിയത് വാങ്ങി. 60 രൂപയായിരുന്നു വില. വില അല്പം കൂടുതലായിട്ട് തോന്നി. അല്ലെങ്കിലും ബീച്ച് പോലെയുള്ള സ്ഥലങ്ങൾ പൊതുവെ വില കൂടുതലാണല്ലോ. നഗരഹൃദയത്തിൽ ഇത്തരം ഒരു ബീച്ച് വളരെയധികം ആളുകൾക്ക് ഉപകാരപ്പെടുന്നതായി തോന്നി. ബീച്ചിലെ കാഴ്ചകൾ മതിയാക്കി MGRൻ്റെയും ജയലളിതയുടെയും ശവകുടീരങ്ങൾ അടക്കിയിരുന്ന സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അത് തേടിയുള്ള യാത്രയിലായിരുന്നു അടുത്തത്. ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കുള്ള യാത്രയിലാണ് പോകുന്ന വഴിക്ക് ആണ് അവിടെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടത്. ഒരു ട്രാക്ടറിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു മെഷീൻ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നു. അതായിരിക്കണം ക്ലീനിങ് മെഷീനായി ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ തന്നെ ആൾക്കാരും ക്ലീൻ ചെയ്യുന്നുണ്ടാകാം. അവിടെ ഫ്രീ ആയിട്ട് ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു. ഇത് വളരെ ഒരു നല്ല കാര്യമാണ്. കടലിലിറങ്ങി കുളിച്ചവർക്കും മറ്റും ഇത് ഡ്രസ്സ് മാറാനും ടോയ്ലറ്റിൽ പോകാനും ഇത് ഉപയോഗിക്കുന്നതായി തോന്നി. അങ്ങനെ MGRൻ്റെയും ജയലളിതയുടെയും ശവകുടീരത്തിൻ്റെ അടുത്തെത്തി. വളരെ ഭംഗിയായി നിർമ്മിച്ചവയാണ് എന്ന് തോന്നിയത്. വളരെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുമുണ്ട്.